തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തിനേ ഉള്ളൂ. ഇന്ന് എല്ലാവർക്കും ലീവായിരിക്കും, കാരണം ഹർത്താലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഭയങ്കര അടിച്ചുപൊളിയില്ലായിരിക്കും. പിന്നെ അപ്പോൾ എനിക്ക് ലീവ് ഉണ്ടായില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഫുൾ ഡ്യൂട്ടി ആയിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരാം. അപ്പോൾ ഇതാ എത്തിനേ ഉള്ളൂ. നല്ല മഴയും പെയ്തു. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അമ്മയുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ആ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് ചെടി നടാനുള്ള പരിപാടിയാണ്. ഭയങ്കര പണിയാണ്, മഴയെല്ലാം നനഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ പോയിട്ട്. അപ്പം അമ്മമ്മ ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു മഴ പെയ്ത് മുറ്റം നിറച്ചും വെള്ളമായി. അമ്മമ്മ ചായ കുടിച്ചാ? എന്നാ ചായക്കടി കടി? ആ ബേക്കറി സാധനം എന്തെല്ലാം ഉണ്ട്. അപ്പൊ അമ്മക്ക് ശരിക്കും പറഞ്ഞാല് ഈ മഴയത്ത് എടുക്കാൻ വേണ്ടിട്ട് ശരിക്കും കുറച്ച് വട്ടാണ്. അല്ലപ്പാ ചെടീന്റെ അല്ല തൈന്റെ തൈ കൊണ്ടുവച്ചേ പച്ചക്കറീന്റെ തൈ മഴ നല്ല മഴ പെയ്ത് വെച്ചിട്ടേ. അപ്പൊ ഇന്ന് പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ, ഇന്ന് ലീവല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സഞ്ചിയിൽ മണ്ണ് നിറച്ചിട്ട് പിന്നെ പച്ചക്കറി നടാന്ന് വെച്ചിട്ട് അതിന്റെ പരിപാടിയാണ്. അപ്പോഴേക്കൊരു മഴ വന്നു, തെച്ചും നനഞ്ഞു. അവള് പറയാൻ മഴ കൊണ്ടിട്ട് പനി വരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് മഴ കൊണ്ടില്ലേ, ഇനി അതെല്ലാം നട്ടിട്ട് കുളിക്കുകയും ചെയ്യാം. കൊറേ ചാക്കിൽ നിറച്ചാ? ആ കൊറേ ചാക്കിൽ നിറച്ച് വെച്ചു. ഭയങ്കര വഴുക്കുണ്ട് കേട്ടോ. ഇത് കല്ല് വാങ്ങിയെടുത്ത് അപ്പം അങ്ങനെ ചാക്കിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് ഇട്ടിട്ടില്ല, പകുതി കണ്ടിട്ടാ ചാക്കിൽ മണ്ണ് നിറച്ചിന്. നമ്മളെ തൈയാണ് കേട്ടോ ഇത്. ഇതിലെന്തെല്ലാം മുളകാണ്. ഇത് മൊത്തം മുളകാ? അപ്പം അത് നടട്ടെ. ഇതില് മുളക് എന്തായി? അപ്പൊ ഈ മണ്ണോടുകൂടി ഇടും. അങ്ങനെ നമ്മളെ ഇതെല്ലാം നട്ട് കഴിഞ്ഞേട്ടാ. അത്യാവശ്യം നാല് മുളകിൻ്റെ തൈയും 4 തക്കാളി തൈയും 4 വഴുതനങ്ങ തൈയും, അങ്ങനെ 12 എണ്ണം നട്ടിട്ടുണ്ട്. നോക്കാം നമുക്ക്. വലിയൊരു മഴ വരുന്നുണ്ട് കേട്ടാ, നോക്കിയാ. അപ്പോൾ നമ്മളൊന്ന് പറമ്പത്തെല്ലാം പോയിട്ട് വരട്ടെ. കുറച്ച് ദിവസമായി അങ്ങോട്ടേക്ക് പോകാത്തെ. ഉണങ്ങിയ തേങ്ങയെല്ലാം ഉണ്ടാവും കേട്ടോ, അതെല്ലാം വീഴും. രാവിലെ എല്ലാം വീഴുന്നുണ്ട്. രാവിലെ എല്ലാം തേങ്ങ പൊറുക്കാൻ പോകാനും നേരം ഉണ്ടാവില്ല, പിന്നെ മഴയും അല്ലേ. അതുകൊണ്ട് ഇപ്പം സമയം കിട്ടുമ്പോൾ ഒന്ന് ഇവളും ഉണ്ട് ഇടാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവളോട് രണ്ടാക്കൊന്ന് പോയിട്ട് വരാം. പിന്നെ അങ്ങനെയുള്ള പണികളെല്ലാം ആണ്. നമ്മളെ ഫ്രണ്ടിലുള്ള തോട് നിറഞ്ഞിട്ട് രക്ഷയില്ല കേട്ടോ. നല്ല മഴ പെയ്താന്നറിയും, നടക്കാൻ പറ്റാത്ത അത്ര ചളിയുമാണ്. ഇങ്ങനെ കെട്ടെല്ലാം ഇടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, അതാ നോക്കിയാ മഴയത്ത്. അത് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇടിഞ്ഞു പോകുന്നു, നല്ല മഴയാണ്. തോട്ടിന്റെ കെട്ടെല്ലാം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നു, പൊതിർന്ന് നിൽക്കുന്നല്ലേ. അപ്പൊ അതങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു പോകുന്നു. നല്ല വെള്ളമുണ്ട്. കുറേ ഞണ്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങോട്ടുനിന്ന് കുറേ പിള്ളേർ ഒരു ബക്കറ്റ് നിറയെ ഞണ്ടിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. കൃഷ്ണകിരീടം പൂവിന്റെ കളിയാണ്. കൃഷ്ണകിരീടം നോക്കി നിക്കലാണ് നമ്മുടെ പൂവിന്റെ കളിയാണ്. ഓണാകുമ്പോഴത്തേക്ക് എല്ലാരും കൂടി പറിക്കാൻ വേണ്ടിട്ട് ഒരു അടിയായിരിക്കും ഈ പൂവ്. അങ്ങനെ നമ്മള് പറമ്പത്തെത്താനായിട്ടുണ്ട് കേട്ടാ. ഒരു പറമ്പ് കഴിഞ്ഞാല് ഈ പക്ഷെ ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാണ്, ചളിയാണ് കേട്ടാ, ചളിയാണ് മൊത്തം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഇതിലൂടെ 2 വീലർ പോകും കേട്ടാ, സ്കൂട്ടിയെല്ലാം പോകും അങ്ങോട്ടേക്ക്. വേറെ വണ്ടിയൊന്നും പോകാൻ പറ്റില്ല.
അമ്മേൻ്റെ ഒപ്പം നടന്നാൽ ഒരിക്കലും എത്തൂല കേട്ടോ. അമ്മ ഭയങ്കര സ്പീഡാണ്. അങ്ങനെയുള്ള ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിലുണ്ടാവും. അമ്മ ബാ എന്ന് വിളിച്ചു കൊടുക്കും. ഭയങ്കര സ്പീഡാണ് അമ്മക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട്. ആ പാപ്പനുള്ളപ്പോൾ പറമ്പിലൊരു കാട് പോലും, ഇങ്ങനെ ഒരു കാട് പോലും ഉണ്ടാവുകയില്ല. പക്ഷെ ഇപ്പം നിറയെ കാടായിട്ടുണ്ട്. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലൊരു പരിധിയില്ലേ, അതുകൊണ്ട് ഭയങ്കര കാടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കുട്ടു നട്ട ജാതി ഇത്രയായി കേട്ടാ. കണ്ടോ, വലുതായി. കുട്ടൂനെ അഭിമാനിക്കുക. തേങ്ങ കുറച്ചുണ്ട്, പക്ഷെങ്കിൽ തേങ്ങയെല്ലാം വിളയാത്ത തേങ്ങയാണ് ഇങ്ങനെ ഇളനീര്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇപ്പം എത്രയാ ഇളനീര്. പിന്നെ തേങ്ങയാണ് വിളയാണ്ട് പോവാ ഇന്ന് തേങ്ങ. ഇങ്ങനെ കുറേ തേങ്ങ വീണിട്ട് ഇങ്ങനെ ഇളനീര് അല്ല തേങ്ങയല്ല, അങ്ങനത്തെ രീതിയിൽ. പക്ഷെ അപ്പനുള്ളവർ എന്തെങ്കിലും എല്ലാം മരുന്നെല്ലാം അടിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ തൈ ഉണങ്ങുന്നുണ്ട്. ആ തൈയെല്ലാം ഉണങ്ങിപ്പോയി. അവിടെ 2 തൈ കാണുന്നുണ്ടോ അറിയില്ല. അപ്പം എന്തോ ഒരു കൃഷിഭവനിൽ പറഞ്ഞിട്ട് എന്തോ ഒരു കേക്ക് വാങ്ങിയിട്ട് വെച്ചിന്. എന്തോ ഒരു ചെമ്പന് എന്തോ പറയും, ഒരു പ്രാണി. അത് തിന്നാൻ വേണ്ടിയിട്ട് കേക്ക് തിന്നാൽ അത് ചത്തുപോകുന്നു പറഞ്ഞിട്ട് വണ്ട് 2 തൈമല് ഇപ്പം വാങ്ങിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും അത് നിങ്ങളെല്ലാം വീട്ടിൽ തൈമലെല്ലാം ഉണ്ടോ? അങ്ങനെ തൈ ഉണങ്ങുന്ന പ്രശ്നമോ അല്ല ഉണ്ടോ? അല്ല വേറെ ഇത് ഇളനീരെല്ലാം ഉണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതിനുള്ള പരിഹാരം എന്റെ വീഡിയോ കാണുന്ന കർഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരുക. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ. കാരണം നമ്മളെ ഫുള്ള് പിന്നെ ഇത് തേങ്ങയും വീണ് പോകുന്നല്ലേ. തേങ്ങ ആവുന്നതിന് മുന്നേ എല്ലാം വീണിട്ട് പോകുന്നുണ്ട്. കൊറേ പൊറുക്കി വീട്ടിൽ കൊണ്ടുവച്ച് അല്ലേ, ഇളനീര് പോലത്തെ. പക്ഷെ ആ ഇളനീരും വലിയ ടേസ്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാ തേങ്ങയും പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരം ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാനൊന്നും കഴിയില്ല കേട്ടോ. എന്തെങ്കിലും ജോലിക്ക് പോയാലേ ജീവിക്കാൻ കഴിയൂ. അതെ, സൈഡ് ബിസിനസ് ആയിട്ട് കൃഷി നോക്കും. തേങ്ങയിലുണ്ടായാലും അരച്ച് ഇതെല്ലാം ആക്കാം, അത്ര തന്നെ. തേങ്ങക്ക് എത്ര വില ഇപ്പൊ? സ്വർണത്തിന്റെ വിലയാണ്. തേങ്ങക്ക് 1 കിലോന് എത്ര പൈസ? 916 വില. ശരിക്കും സ്വർണത്തിന് വില അല്ല, എത്രയാ തേങ്ങന്റെ വില? 1 കിലോ തേങ്ങക്ക് 80. ആരെല്ലോ പറയുന്ന കേൾക്കാം 80 ഉറുപ്പ്യ ഉണ്ട് എന്നല്ല. അതിന്റെ വില അറിയില്ല. പക്ഷെ ഇങ്ങനെ പോയാലില്ലേ, ഇനി തലമുറ വരുന്ന അനുസരിച്ച് തേങ്ങയല്ലേ എല്ലാരും വാങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണക്കോ അവാർഡ് വിലയല്ലേ, 400 സംതിങ് ഉണ്ട് പറയുന്നുണ്ട് അതിന് വെളിച്ചെണ്ണക്ക്. 1 ലിറ്ററിന് പോലും. എന്റെ ആരും വെളിച്ചെണ്ണ അധികം വീട്ടിൽ കൊണ്ടൊക്കണ്ട കേട്ടോ. കള്ളൻ പിന്നെ അതും പ്രശ്നമാണ്. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിട്ട് കള്ളൻ സ്വർണ്ണം എന്നല്ല വേണ്ട, സ്വർണ്ണ അതിലും വലുതാണ്. അപ്പൊ ആരും സ്വർണ്ണ ആരും വീട്ടിൽ കൊണ്ടൊക്കില്ലല്ലോ. അതിന് ലോക്കറും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. വെളിച്ചെണ്ണക്ക് ലോക്കറൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് ആരും വെളിച്ചെണ്ണ വീട്ടിലധികം കൊണ്ടൊക്കണം. അപ്പൊ കുട്ടു നട്ടതെല്ലാം വലുതായില്ലേ? ജാതിയോ നട്ടയാണ് കേട്ടോ. എന്റെ മോൻ നട്ട ജാതിയായത് ഇത്രയായിട്ടുണ്ട്. ഓൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ജാതി തൈയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ പോയാലും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ജാതി തൈ തരുമോ ചോദിച്ചു. ഓമൻ ആയിക്കോട്ടെ അമ്മ പറിച്ചോന്ന്. എനിക്ക് കൊണ്ടുവന്നിട്ട് ഓനാണ് കൊത്തി നട്ടിന്. അങ്ങോട്ട് കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവകാശം ഓനാണ്. ഇത് എനക്കും കൊണ്ടുവന്നത് എനക്കും നട്ടതോനും. അപ്പൊ വരുന്നു ഞാനോ? അപ്പൊ അങ്ങനെ നമ്മള് പറമ്പിലൊന്ന് എല്ലാം നോക്കട്ടെ. ചില ജാതി നല്ല ഉഷാറായിട്ടുണ്ട്. ചിലത് ഈ പിന്നെ മട്ടലെല്ലാം വീണിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോയി. ജാതിക്ക് ഇപ്പൊ വില ഭയങ്കര കുറവല്ലേ. ഇത് ജാതി ആവുമ്പോഴേക്ക് ചിലപ്പോ അന്നേരം വില കൂടും. തേങ്ങക്ക് വന്ന വിലനാക്കടിയും കിടക്കും. അങ്ങനെ ഓരോ സമയം ഓരോന്നിനും വില. ഇത് എത്ര വില വേണ്ടി വരും? ഇതെല്ലാം കുറെ 10-50 വിലെല്ലാം വേണ്ടി വരും. എന്റെ അമ്മ അടുത്ത തലമുറക്ക് നമ്മള് ഒരു 10-60-70 കൊല്ലെല്ലാം വേണ്ടി വരും തോന്നി. എനിക്ക് ശരിക്കും അറിയില്ലേ. പണ്ടുള്ള ആള് പറയുന്നത്, പണ്ടുള്ള ആള് പറയുന്നില്ലേ, സമ്പത്തു കാലത്ത് തൈ 10 വെച്ചാൽ ആപത്തു കാലത്ത് കാ 10 തിന്നാം എന്നെല്ലാം പറയുന്നത് അർത്ഥവത്തായ വാക്കാണ്. നമ്മളൊന്നും ഇവിടെ നട്ടുണ്ടാക്കുന്നില്ല. പണ്ടത്തെ പൂർവികന്മാർ നട്ടതാണ്. തേങ്ങയായാലും മാങ്ങയായാലും ചക്കയായാലും എല്ലാം നമ്മൾ പറിച്ചു തിന്നുന്നത്. ശരിക്കും ഈ തെങ്ങെല്ലാം ആര് നട്ടതായിരിക്കും? അച്ചാച്ചൻ്റെ അച്ചാച്ചനോ അങ്ങനെ ആരെങ്കിലും നട്ടതായിരിക്കും. ചിലപ്പോ അച്ചാച്ചൻ നട്ടതായിരിക്കും.
അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടി വീടിൻ്റെ അടാ. അങ്ങനെ ഇവിടെയുണ്ട് നമ്മളെ ഏട്ടൻ്റെ വീട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വീടില്ല കേട്ടോ, ഫുൾ കാടാണ് അങ്ങോട്ട് ഏരിയയിൽ. നമ്മളെ വീട് അങ്ങോട്ടേക്കാണ്. എപ്പെങ്കിലല്ലേ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നവർ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാണുന്നതിന്. പിന്നെ ഇന്നലെ ഒരു ചേച്ചി കമൻറ്റ് ഇട്ട് തന്നെ, പിന്നെ അമ്മമ്മക്ക് അതായത് കുട്ടി അമ്മമ്മക്ക് ഐസ്ക്രീമും പിന്നെ മന്തിയും വാങ്ങിയിട്ട് വരുന്നുണ്ട്. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാം. അമ്മമ്മ ഫാസ്റ്റ് ഫുഡിന് അടിമയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അമ്മമ്മ കറി ചോറ് അങ്ങനത്തെ ഒന്നും നമുക്ക് വേണ്ട, കുറച്ച് കഴിക്കുന്നല്ലാണ്ട് ഇഷ്ടത്തോടു കൂടി കഴിക്കണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡാണ് നമുക്ക് വേണ്ട. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മീനെങ്കിലും വേണം. അതെ, മീനെങ്കിലും വേണം. പക്ഷെങ്കിലേ അമ്മമ്മക്ക് ഇപ്പൊ അങ്ങനെ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് പണ്ട് ഇപ്പൊ നമ്മളെ ഏജിൽ കഴിച്ചാലാണ് നമുക്ക് ആ ഒരു 40 വയസ്സ് 30 വയസ്സിലാകുമ്പോ അസുഖം വരും. ഷുഗറോ പ്രഷറോ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. അമ്മമ്മയില്ലേ, അമ്മമ്മ എന്ന് വെച്ചാല് എല്ലാം തിന്നണം, തേങ്ങ അങ്ങനത്തെ എല്ലാം നല്ലതാണ്. അമ്മമ്മയില്ലേ പണ്ട് ചട്ടിയിൽ ഇങ്ങനെ പെരക്കിട്ട് തരാ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അത് അങ്ങനെ കഴിക്കണം അമ്മമ്മ പിള്ളേര്. എന്നിട്ട് വൈകുന്നേരം എല്ലാം ആകുമ്പോൾ നമ്മൾ പണിയെല്ലാം ഒരുങ്ങിയിട്ട് ഒരു എടുത്തിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു കഞ്ഞി കൂടിയാണ് അത്, ഈ ചട്ടി പെരക്കിയിട്ടുള്ള ആ ഒരു. അതിന്റെ ചിലപ്പോ കറി ഉണ്ടാവില്ല, കറിയെ ലാസ്റ്റ് ഉണ്ടാവില്ല, നിറച്ചിങ്ങനെ ആക്കിട്ട് തരും. അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ നല്ലോണം ഫുഡ് കഴിക്കലുണ്ടേന് തോന്നുന്നു, അമ്മമ്മ വാരി തരുന്ന സമയത്ത്. അപ്പൊ അമ്മമ്മ ഉള്ള ഇവിടെ പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരിക്കൽ കഴിക്കണം, ചട്ടിയിൽ പെരക്കിയിട്ട് ഉരുട്ടി കഴിക്കണം. അപ്പോൾ ആരെല്ലാം അങ്ങനെ കഴിക്കലുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ചട്ടിയിൽ അധികം വീട്ടമ്മമാരെല്ലാം വീട്ടിൽ നിൽക്കുമ്പോ എല്ലാം കഴിക്കും അങ്ങനെ. അതല്ല അന്ന് മോളെ, ഇന്നല്ല ആരെ ഇപ്പം കഴിക്കുന്നത്, ആർക്കും ചട്ടിയിൽ ആരെങ്കിലും ചട്ടിയിൽ വെക്കലുണ്ടോന്ന് തന്നെ പറയാൻ കഴിയില്ല. എല്ലാരും നോൺ സ്റ്റിക്കിന്റെ പാത്രം, കുക്കറില് അല്ലെ നോൺ സ്റ്റിക്കിലല്ലാണ്ട് വേറെ ചട്ടിയിൽ ഉപയോഗിക്കുന്നവര് കുറവാണ്. അതെ, ശരിയാണ്. അപ്പൊ നമ്മളിരുന്ന് കൊതുക് അടിക്കുന്നുണ്ട് അല്ലേ? കൊതുക് അടിക്കുന്നുണ്ട്, വൈകുന്നേരമായി. പിന്നെ കൊതുക് ഒരാൾ ചോദിച്ചില്ലേ മണികണ്ഠായേട്ടൻ, കൊതുക് മഴക്കാല രോഗങ്ങൾ. അപ്പൊ മഴക്കാല രോഗങ്ങൾ ഡെങ്കിപ്പനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? കുറേ ഇല്ല, അപ്പം എല്ലാം ഒപ്പരം പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല എന്നല്ല, ഒപ്പര ഒരുപാടുണ്ട്, അതുകൊണ്ട് ഒരുപാട് പറയേണ്ടി വരും. കോമൺ ആയിട്ടുള്ള ഇപ്പം ഡെങ്കു ഫീവർ നിറച്ചുണ്ട് കേട്ടോ, ഹോസ്പിറ്റലെല്ലാം നിറച്ചു ഡെങ്കു ഫീവർ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് പിന്നെ ഒരു ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പം നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതെന്തായാലും പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.